കുത്തബ് മിനാർ കണ്ടതിനു ശേഷം ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഹോസ്ഗാസ് ആണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത്. കുത്തബ് മിനാറിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക്. നല്ല ട്രാഫിക്കുള്ളൊരു ദിവസമായിരുന്നു. സർദാർജി ഈ ട്രാഫിക്കിലും അതിവേഗം ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു. ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള പല ചിത്രങ്ങളിലും ഒരു ഗാനരംഗമെങ്കിലും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഹോസ്ഗാസിന്റെ ചരിത്രത്തിലേക്ക് വരാം. അലാവുദ്ദീൻ ഖിൽജി 1295 തന്റെ ക്യാപിറ്റൽ സിറ്റിയായ സിറിയിലേക്ക് ജലമെത്തിക്കാനായി പണി കഴിപ്പിച്ച ഒരു തടാകമാണിത്. ഹോസെ ഇലാഹി എന്നായിരുന്നു ഇതിന്റെ പേര്. പിന്നീട് ഹോസ്ഗാസ് എന്നറിയപ്പെട്ടു. ഹോസ് എന്നാൽ ജലസംഭരണി എന്നാണ്, ഖാസ് എന്നാൽ രാജകീയമെന്നും. അലാവുദ്ദീൻ ഖിൽജിക്ക് ശേഷം ഈ തടാകം റീസ്റ്റോർ ചെയ്തത് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ്. ഫിറോസ് ഷാ തുഗ്ലക്കാണ് ഇവിടെ മദ്രസ പണി കഴിപ്പിച്ചത്. അദ്ദേഹം ഇവിടെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാക്കാൻ ശ്രമിച്ചിരുന്നതായാണ് ചരിത്രകാരന്മാർ പറയുന്നത്. മൗലാന ജലാലുദ്ദീൻ റൂമി എന്ന വളരെ ഫേമസ് ആയുള്ള സൂഫി പോയറ്റ് ഇവിടത്തെ അധ്യാപകനായിരുന്നത്രേ. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ശവകുടീരമാണ് ഈ കാണുന്നത്. തുഗ്ലക്കി ആർക്കിടെക്ചർ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. മരിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ഇത് പണി കഴിപ്പിച്ചിരുന്നതായി കണക്കാക്കുന്നു. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ വാട്ടർ ഇറിഗേഷൻ വളരെ പ്ലാൻഡ് ആയിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം വീണ്ടും പറയാണ്. അതായത് ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യ ഭരിച്ചിട്ട് പോലും ഈ സ്ഥലങ്ങളൊന്നും തല്ലിപ്പൊളിച്ചിട്ടില്ല, അല്ലെങ്കിൽ വൃത്തികേടാക്കിയിട്ടില്ല, അവരൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളാണ് നശിപ്പിക്കുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് ചരിത്രബോധം ഉണ്ടായാൽ മതി. അത് നമുക്ക് ചരിത്രബോധം ഇല്ലാത്തതിൻ്റെ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പഠിപ്പിച്ചിട്ടില്ല. ഇത് മുഗൾ ചരിത്രമല്ല, ഇത് ഇന്ത്യയുടെ ചരിത്രമാണ്. ഇവിടുത്തെ ഭരണാധികാരികളുടെയും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ എവല്യൂഷൻ്റെയും ചരിത്രമാണ്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ കോറി വരച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ കൊണ്ടൊന്നും ക്രിയേറ്റ് ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും പറ്റില്ല. ൽ തിമൂർ ഡൽഹി പിടിച്ചെടുത്തു. അതിനുശേഷം ഈ മദ്രസകൾ വെറും കെട്ടിടങ്ങളായി മാറി. പണ്ട് മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരുടെയും ശവകുടീരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡൽഹിയുടെ ചരിത്രം തന്നെയാണ് ഹോസ്ഗാസിലൂടെ നമുക്ക് കാണാൻ കഴിയുക. അത്രയും വ്യത്യസ്തമായ ആർക്കിടെക്ചറുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഹോസ്ഗാസിൽ നിന്നും സഫ്ദർജംഗ് ടോംബിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഹോസ്ഗാസിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. സഫ്ദർജംഗ് ടോം സന്ദർശിക്കാനും ഓൺലൈൻ ടിക്കറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ കവാടത്തിൽ നിന്ന് മുന്നിലേക്ക് നടക്കുമ്പോൾ ആ മനോഹര സൃഷ്ടി തെളിഞ്ഞു വരുന്നത് താജ്മഹൽ പോയ പ്രതീതി നമുക്ക് നൽകുന്നു. ഡൽഹിയിലെ വളരെ മനോഹരമായ ഒരു ഹിസ്റ്റോറിക്കൽ മൊണ്യൂമെന്റ് ആണ് സഫ്ദർജംഗ് ടോം. സഫ്ദർജംഗ് ടോം അഥവാ സഫ്ദർജംഗ് കാ മക്ബറ മുഗൾ ആർക്കിടെക്ചറിൽ 1754 ഈ കുടീരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. മുഗൾ പണി കഴിപ്പിച്ച അവസാന സൃഷ്ടി ഇതാണെന്നാണ് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത്. അഹമ്മദ് ഷാ ബഹദൂർ എന്ന മുഗൾ ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് ഈ നിർമ്മിതി പണി കഴിപ്പിച്ചിരിക്കുന്നത്. മാർബിളുകളും സാൻഡ് സ്റ്റോണുകൾ കൊണ്ടുമാണ് ഈ മനോഹര നിർമ്മിതി പണിതീർത്തിരിക്കുന്നത്. കാണുമ്പോൾ താജ്മഹലിന്റെ ഒരു റെഡ് വേർഷനായാണ് നമുക്ക് തോന്നുക. ആരാണ് സഫ്ദർജംഗ്? ഒരു മുഗൾ രാജാവ് അല്ലാഞ്ഞിട്ട് കൂടി എന്തിനാണ് അദ്ദേഹത്തിന് ഒരു മനോഹര കുടീരം പണിതത്? സഫ്ദർജംഗ് ഒരു പേർഷ്യൻ വംശജനായിരുന്നു. മുഹമ്മദ് മുഖിം ഇൻ ഖുറാസൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. മുഗൾ രാജാവായ മുഹമ്മദ് ഷായുടെ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഒരു നവാബായിരുന്നു. മുഹമ്മദ് ഷാ തന്നെയാണ് ഇദ്ദേഹത്തിന് സഫ്ദർജംഗ് എന്ന പേര് നൽകിയത്. പിന്നീട് അഹമ്മദ് ഷാ ബഹദൂർ
കാലഘട്ടത്തിൽ സഫ്ദർജംഗ് ആയിരുന്നു വസീർ ഉൽ മലിക് ഇ ഹിന്ദുസ്ഥാൻ, അതായത് മുഗൾ രാജ്യത്തെ പ്രധാനമന്ത്രി. വളരെ ബുദ്ധിമാനായ ഒരു അഡ്വൈസർ ആയിരുന്നത്രേ സഫ്ദർജംഗ്. മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ നവാബ് ഷുജാഉദ് ദൗലയുടെ നിർദ്ദേശപ്രകാരമാണ് അഹമ്മദ് ഷാ ബഹദൂർ ഈ കുടീരം പണികഴിപ്പിക്കാൻ അനുമതി നൽകിയത്. വളരെ മനോഹരമായ ഒരു ഉദ്യാനവും ഈ കുടീരത്തിന് ചുറ്റുമായുണ്ട്. ഡൽഹിയുടെ കഥകൾ തുടരും.